നല്ല സുഖം. ഞാനൊരു കാര്യം ചോദിച്ചാ വിഷമം തോന്നുന്നു? വിഷമമോ? സത്യം സത്യം. ഞാനാണ് വിശാലാക്ഷിയാണ്, ലേഖക്കുട്ടിയാണ് സത്യം. എന്താ പോരെ? എനിക്കൊരു സ്വർണ്ണമാല മേടിച്ചു തരുമോ? സ്വർണ്ണമാല? ഒരു പവൻ മതി. കൊച്ചു കള്ള, മേടിച്ച് കൊടുക്കാമെന്ന് പറ. ഇങ്ങനെ സൂചിപ്പിച്ച് തരണല്ലേ? തുറക്ക്. ഇപ്പോഴല്ലേ റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ കേശവപിള്ളയുടെ വിവരം മനസ്സിലാവണത്. ഇത്രയും നാളും എനിക്ക് പാര വെച്ചത് ഈ സൗകര്യത്തിനാണല്ലേ? മോനെ, നീ ആരോട് മിണ്ടിപ്പോരുത്. നിനക്ക് ഞാൻ ഒരിക്കലും പാരാവില്ല. പാരയാവില്ലല്ലോ? പാരയായാൽ ഈ കൊട്ടൻ ചുക്കാതി വേല ലോകം മുഴുവൻ അറിയും. നാട് നീളം ഞാൻ പോസ്റ്റ് ഒട്ടിക്കും. നീ എന്നെ ചതിക്കരുത് പോലെ. ചതിക്ക് ചതി, പാരയ്ക്ക് പാര. ഓർത്തോ? അവള് പഠിക്കാണ്. വിശാലാക്ഷിയെ കാര്യപ്പോ വന്നാ വരട്ടെ പഞ്ചകല്യാണി. മിണ്ടിപ്പോയാൽ കൊട്ടൻ ചുക്കാതി. ആ എന്താ ആരും ഒന്നും മിണ്ടാത്തെ? രഘു തെറ്റൊന്നും ചെയ്യില്ലെന്ന്. തെറ്റ് ചെയ്തു ഞങ്ങളും പറഞ്ഞില്ലല്ലോ. ഉണ്ടോ അച്ഛാ? അവനൊരു പാവമാ. പക്ഷേ നാളെ ഒരു തെറ്റ് സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. എന്താ ഹരിയൊന്നും പറയാത്തത്? ഞാനിപ്പോ എന്താ അമ്മായി പറയാ? മേലാൽ അവനോട് അവിടെ വരണത് വിലക്കാം. ഏയ്, അതൊന്നും വേണ്ട. എനിക്ക് അഭിമാനമാണ് വലുത്. അവളിൽ എനിക്ക് വലിയ മോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. അതിനിപ്പോ എന്താ വിശാല ഒരു കുഴപ്പം പറ്റിയത്? അത് ഭാനുവായിട്ടത്തേക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പ്രൊഫസർ കുമാരപിള്ള സാർ പറയും ഈ ഗവേഷണം ഒരു തപസാണെന്നല്ലേ. അതിവിടെ എല്ലാവർക്കും അറിയാം. നീ മിണ്ടാണ്ടിരിക്കും മാലതി. ഞങ്ങൾ മുതിർന്നവർ സംസാരിക്കുമ്പോ മാലതി ഇടക്കേറി പറയണ്ട. അപ്പോ ആ തപസ്സിനുള്ള മനസാന്നിധ്യം ലേഖയ്ക്കും ഇല്ല. അതുകൊണ്ട് ജോലിയും വേണ്ട, ഡോക്ടറേറ്റും വേണ്ട. ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടന്നു കിട്ടിയാ മതി. എന്താ ആരും മറുപടി പറയാത്തത്? നിങ്ങളുടെ അച്ഛൻ ഒരു കാലത്ത് പറഞ്ഞു വെച്ചിരുന്നതാ. എന്താ, നിങ്ങൾക്ക് വേറെ വല്ല തീരുമാനമുണ്ടോ? അയ്യോ എന്റെ അമ്മായി, അമ്മായിയുടെ വായിന്ന് ഇതൊന്ന് പറഞ്ഞു കേൾക്കാൻ എത്ര കൊല്ലായി ഞങ്ങൾ കാത്തിരിക്കണം. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ഞാനിത് നടത്തും. ഇത്രയും ദൂരം നടന്നത് മെച്ചം. ആ തുകയാണ്. പന്നി പന്നി. പന്നിയോ? എവിടെ? അതൊരു കല്ലാണ്. മിണ്ടരുത്. കൊണ്ടിട്ടില്ല. താൻ പോടോ, തെറ്റിയിട്ടില്ല. തെറ്റിയിട്ടില്ല. ചെന്ന് നോക്ക്. വലിയ മേടിക്കാരനായിട്ട് എന്നോട് തോക്കും മേടിച്ച് വെച്ചതാണല്ലോ. എന്നെക്കാട്ടും വലിയ ഉന്നോ. ആരാണ്ടായി? ചുണ്ടലിയാ? ഇതാണിപ്പോ ഞാൻ വിചാരിച്ച വല്ല ആനയെ മറ്റോ ആയിരിക്കുന്നു. എന്താണ്?
ഈ പരിസരത്ത് ആനുണ്ട് കേട്ടോ. പടച്ചോനെ, ആണോ? വെടികൊണ്ടതാ? അല്ല, പിന്നെ ചത്ത എടുക്ക? ശ്വാസമുണ്ട്. നമുക്ക് പോവാ, എന്ത് പണ്ടാണെങ്കിലും ആയിക്കോട്ടെ. വേലംകുട്ടിയെ വെറുതെ പുലിവാല് കുടിക്കണ്ട, കാലം നല്ലതല്ല, നമുക്ക് പോവാം. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഈ കാട്ടില്, അതും ഇങ്ങനെ ഒരു അവസ്ഥയില് എങ്ങനെയാ കുഞ്ഞാലു? വെറുതെ വേലിയിലിരിക്കുന്ന പാമ്പിനെടുത്ത് വെക്കുക, പ്രശ്നമാവും. ഇപ്പൊ ഭയപ്പെടാനൊന്നുമില്ല. സെഡറ്റീവ് എന്താ കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സൂയിസൈഡിൽ അറ്റംപ്റ്റ് ആവാൻ സാധ്യതയുണ്ടല്ലേ? ആയിരിക്കാം. ഏതായാലും അപകട നില കഴിഞ്ഞിരിക്കുന്നു. എന്നാലും പോലീസിന് ഇൻഫോം ചെയ്തേക്ക്, റിസ്ക് വേണ്ട. വരട്ടെ. താങ്ക് യു ഡോക്ടർ. എന്തിനാ ഇങ്ങനെ വായിലേക്ക് നോക്കണേ? അല്ല, വിവരം അറിയിക്കുന്ന നല്ലേ. എവിടെ? തന്റെ അമ്മായിയുടെ വീട്ടിലോ? എന്റെ അമ്മായി നമ്മുടെ വീട്ടിൽ അറിയിച്ചിട്ട് എന്ത് കാര്യം? പോലീസിനെ. ആരാണ് എന്താണെന്ന് അറിയില്ല. ഒരു സ്ത്രീയല്ലേ? പോലീസിലൊക്കെ അറിയിച്ച് വാർത്തയായ മാനം പോയോ? മാൻ ഉണ്ടെന്ന് ആര് കണ്ട്? ദേ, മുതൽ വിളങ്ങാനും കരുതി ചത്ത പിന്നത്തെ കാര്യം സുഖായി. മേനംകുട്ടിയെ തൊടില്ല, ഇടി മുഴുവൻ ഞാൻ കൊള്ളണം. അല്ലാണ്ട് ഒരുമാതിരി എഴുത്തനായി. യശമാ, അവള് കരഞ്ഞു. ഭയപ്പെടണ്ട, ഉറങ്ങിക്കോളൂ. നിന്നെ കൊല്ലും ഞാൻ. ചാവാണ്ട് എടുത്തോണ്ട് വന്നതിനുള്ള ശിക്ഷയടി. ഒച്ച വെച്ച ആളെ കൂട്ടി എന്നെ നാണം കെടുത്തിയാലുണ്ടല്ലോ, മര്യാദക്ക് പോവില്ല നീ. എന്താണ് തലയ്ക്ക് വല്ല പ്രാന്തം പിടിച്ചോ ഇളിക്കാൻ? ഇരിക്കല്ല, നമ്മുടെ കോളടിച്ചു. എടി കല്ലു, എന്ത് പണ്ടാരാണെന്ന് ചോദിക്കടി. കടന്നു പോടോ. എടോ, അവൾ ഈ ഡയറിയിൽ എഴുതിയിരിക്കുന്നുണ്ടാ? എന്താ വായിച്ചേ? ഞാൻ ഏതെങ്കിലും വിധത്തിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ അതിന് ഉത്തരവാദികൾ ഒമേഗ ട്രാവൽസ്, KK നഗർ, മദ്രാസ്. ഇത് നമ്മൾ വിചാരിക്കുന്ന കേസല്ല, സംഗതി ഗുലുമാലാണ് കേട്ടോ. ഏയ്, ഒരു പാവപ്പെട്ട സ്ത്രീയാണ് അവൾ. എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ ഞാനൊരു പാവപ്പെട്ട സ്ത്രീയാണെന്ന്? ഇത് ഡയറി കുറിപ്പോ ജീവചരിത്രമൊന്നും അല്ല, കണക്കുകളാണ്. മാസാമാസം കിട്ടുന്ന ശമ്പളത്തിന്റെ കണക്കുകൾ. ദാ ഇതൊന്ന് നോക്കിയേ. നോട്ടെ.